ഹലോ ഗായ്സ്, ഞാൻ ഇന്നെൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി സെറ്റായിട്ട് ഇറങ്ങിയാണ് കേട്ടോ. കല്യാണം പാലക്കാട് വെച്ചിട്ടാണ്. അപ്പോൾ പാലക്കാടിലോട്ടാണ് ഞാൻ പോയത്. കല്യാണത്തിന് പോണ വഴിക്ക് തൂക്കുപാലമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊരു അമ്പലത്തിൽ വെച്ചാട്ടോ കല്യാണം. നല്ല അടിപൊളിയായിട്ടുള്ള ഇവിടുത്തെ വ്യൂ. അല്ലെങ്കിൽ പാലക്കാട് പണ്ടേ അടിപൊളിയാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് അവരൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടാകും. ഞാൻ ഇന്നും ലേറ്റ് ആയിട്ടാണ് വരാറ്. ഇപ്രാവശ്യം ഞാൻ ലേറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. ഇതാണ് ബ്രൈഡ് ആൻഡ് ഗ്രൂം, കാവ്യ ആൻഡ് അരുൺ. നല്ല ഭംഗിയുണ്ടായിരുന്നു, പ്രിട്ടിയായിരുന്നു രണ്ടുപേരെയും കാണാനായിട്ട്. ഞങ്ങൾ കൊടുത്തത് ഗിഫ്റ്റ് കണ്ടപ്പോൾ അവൾ ഭയങ്കരമായിട്ട് ഞെട്ടി. ഞങ്ങൾ കൊടുത്തത് ഒരു ഹണിമൂൺ പാക്കേജ് ആയിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അവളത് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെ സെറ്റാക്കി, എങ്ങനെയാണ് ഇതൊക്കെ ആരാ പ്ലാൻ ചെയ്തതെന്നൊക്കെ. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ സ്നേഹപ്രകടനമൊക്കെ കണ്ടു കേട്ടോ. അരുണിനും അത് ഭയങ്കര ഇഷ്ടമായെന്ന് അവരും പറഞ്ഞു കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കണ്ടതൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പ്രകടനമായിരുന്നു. മറ്റൊന്നുമല്ല, അവർക്ക് യൂട്യൂബിൽ കുറച്ച് ഡയലോഗ്സൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. സോ അവർ പറഞ്ഞു കണ്ടത്. പിന്നെ ഈ ഒരു യുദ്ധത്തിലേക്കുള്ള പോക്കായിരുന്നു. അതെ ഗൈസ്, ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. അതൊരു വല്ലാത്ത ചടങ്ങ് തന്നെ കേട്ടോ. അങ്ങനെ എല്ലാവരും ഇരുന്നു ഭയങ്കരമായിട്ട് ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് വന്നു ഗൈസ്. നമ്മളെ കുഞ്ഞിരാമായണ സിനിമയിൽ പറഞ്ഞ പോലെ കാളനും തോരനും അതുപോലെ തന്നെ സാമ്പാറും ചോറും അവിയലും പപ്പടും അങ്ങനെ ഓരോന്നോരോന്നായി വന്നുകൊണ്ടേയിരുന്നു ഗൈസ്. ഒന്നും പറയാനില്ല, പാലക്കാടുള്ള സദ്യ അടിപൊളിയാണ്. ഞാനൊരു സദ്യ ലവർ അല്ലാഞ്ഞിട്ട് കൂടെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ നന്നായിട്ട് ആസ്വദിച്ചാണ് ആ സദ്യ കഴിച്ചത് കേട്ടോ. അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് എൻ്റെ വയറൊന്ന് പ്രിപ്പയർ ചെയ്ത ശേഷം കേട്ടോ ഭക്ഷണം കഴിച്ചു തുടങ്ങിയത്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സദ്യയുടെ എല്ലാ കറികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നഴ്സിംഗ് കഴിഞ്ഞ ശേഷം എല്ലാവരും നഴ്സുമാരാണ് കേട്ടോ. എല്ലാവരും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നഴ്സിംഗ് കഴിഞ്ഞ ശേഷം ഞങ്ങളിപ്പോൾ കുറേ നാളത്തെ ശേഷമാണ് കാണുന്നത്. സദ്യ കഴിഞ്ഞ ശേഷം ഈ പാക്ക് കിട്ടി കേട്ടോ. നിങ്ങളവിടെ ഇതിനെന്താ പറയുക? ഇവർ റോജാപ്പാക്ക് എന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അത് കഴിച്ചു. അത് കൊടുക്കാത്തതിൻ്റെ തല്ലൂട്ടാട്ടേ കണ്ടത്. പിന്നെ കാവിലെ ഭഗവതിയെ പോലെ വന്ന സ്നേഹയ്ക്ക് ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞു. കാരണം ഡ്രസ്സ് മാറിയിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പോകാൻ പറ്റുള്ളൂ. അതിന് ഏതൊരു ഇരുട്ടുമുറി പോകണ്ടായിരുന്നു. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോ കാണാം. ബായ്.